നമസ്കാരം. US ബന്ദിയെ കൈമാറുമെന്ന് അറിയിച്ചുകൊണ്ട് ഹമാസ് എത്തുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. അമേരിക്കയുമായി ചർച്ചയെ തുടർന്നാണ് ഈ തീരുമാനം ഇവർ ഉണ്ടാക്കിയതെന്നും പറയുന്നുണ്ട്. അമേരിക്കൻ ഇസ്രായേലി ബന്ദിയായ ഈഡൻ അലക്സാണ്ടർ എന്ന സൈനികന്റെ 4 ബന്ദികളുടെ മൃതദേഹവും വിട്ടു നൽകുമെന്നാണ് ഹമാസ് അറിയിച്ചത്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന്റെ തന്നെ അടുത്ത ഘട്ടം സംബന്ധിച്ച് ഖത്തറിൽ ചർച്ച തുടർന്നിരുന്നതായി തന്നെ ഹമാസ് പ്രഖ്യാപനമുണ്ട്. എന്നാൽ എപ്പോഴാണ് കൈമാറുകയെന്ന് ഹമാസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഹമാസുമായി നേരിട്ട് ചർച്ചയില്ലെന്ന പരമ്പരാഗത നിലപാട് അമേരിക്ക ഉപേക്ഷിച്ചത് ഇസ്രായേലിന്റെ കടുത്ത എതിർപ്പിനെ ഇടയാക്കിയിട്ടുണ്ടെന്നും പറയുന്നു. ഇതിനിടയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഹമാസ് ഭിന്നത തീർക്കാൻ തന്നെ പുതിയ നിർദ്ദേശം സമർപ്പിച്ചതായി US പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. നിലവിലെ വെടിനിർത്തൽ 1-2 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കേക്കുമെന്നും തുടർന്ന് ശാശ്വത സമാധാന ചർച്ചയുമാണ് US നിർദ്ദേശമെന്നാണ് സൂചന. ഹമാസ് നിലപാടുകൾ തികച്ചും അപ്രായോഗികമാണെന്ന് തന്നെ സ്റ്റീവ് വിറ്റ്കോഫ് കുറ്റപ്പെടുത്തി. അതേസമയം ഗസയിൽ ഭക്ഷ്യ കുടിവെള്ള ക്ഷാമം രൂക്ഷമായതോടെ ആയിരങ്ങൾ മരണമുഖത്താണെന്ന് UN ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. ഗസ യുദ്ധത്തിൽ ഇസ്രായേൽ സേന ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്ന ചൂണ്ടിക്കാട്ടി UN മനുഷ്യാവകാശ കൗൺസിൽ റിപ്പോർട്ട് പുറത്തിറക്കി. ഗസയിലെ ഫലസ്തീനികളെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിർബന്ധിതമായി കുടിയിറക്കാൻ അമേരിക്കയും ഇസ്രായേലും പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുണ്ട്. ഗസയിൽ നിന്ന് സുഡാനിലേക്കും സൊമാലിയയിലേക്കും ഒക്കെ ഫലസ്തീനികളെ നിർബന്ധിതമായി കുടിയിറക്കാനാണ് പദ്ധതി. 3 രാജ്യങ്ങളിലെയും സർക്കാരുകളിലും US ഇസ്രായേൽക്കാരും ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്, റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സുഡാൻ അധികൃതർ അമേരിക്കയുടെ പദ്ധതി നിരസിച്ചതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ സൊമാലിയയുടെയും പ്രതികരണത്തെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല. ചർച്ചകൾ ഇത്രത്തോളം പുരോഗതി കൈവരിച്ചെന്നും നീക്കങ്ങൾ എന്ത് തരത്തിലാണെന്നോ ഇതുവരെ വ്യക്തമായിട്ടില്ല. ഫലസ്തീനികളെ ബലമായി കുടിയിറക്കി ഗസ മുനമ്പ് ഏറ്റെടുക്കുകയും എന്ന ആശയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 1 മാസം മുൻപ് തന്നെ മുന്നോട്ട് വെച്ച കാര്യമാണ്. എന്നാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഫലസ്തീനും അടക്കം ലോകരാജ്യങ്ങൾ രൂക്ഷമായ ഭാഷയിലാണ് ഈ നീക്കത്തോട് പ്രതികരിച്ചത്. ഫലസ്തീനികളെ വംശീയമായി തന്നെ ഉന്മൂലനം ചെയ്യാൻ ട്രംപ് നെതന്യാഹുവിന് കൂട്ടുനിൽക്കുകയാണെന്നും വിമർശനം ഉയർന്നിരുന്നു. പിന്നാലെ തന്നെ ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിൽ നടന്ന ഉച്ചകോടിയിൽ ഫലസ്തീനികളെ സ്വന്തം മണ്ണിൽ തന്നെ നിലനിർത്തിക്കാനുള്ള പുനർനിർമ്മാണ പദ്ധതി അറബ് രാജ്യങ്ങൾ തയ്യാറാക്കിയിരുന്നു. ഈ ഗസ പുനർനിർമ്മാണ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന് മുൻപാകെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് US ആഫ്രിക്കൻ രാജ്യങ്ങളുമായി തന്നെ ചർച്ച ആരംഭിച്ചതെന്ന് ഒരു US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചർച്ചകളിൽ ഇസ്രായേലും നേതൃത്വം വഹിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. റംദാൻ കാലത്തും ഗാസ നിവാസികൾ ദുരിതത്തിലാണ്. ഗാസയിൽ ഭക്ഷണ ആവശ്യം എത്തിക്കുന്ന സാധനങ്ങൾ 12 ദിവസം പിന്നിട്ടതായി റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ച ദോഹയിൽ പുരോഗമിക്കവെയാണ് ഇസ്രായേൽ ഗാസയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയതെന്നും ട്രക്കുകൾ തടയാൻ ആരംഭിച്ചതെന്നും പറയുന്നു. ഭക്ഷ്യവസ്തുക്കൾക്ക് പുറമെ ഇന്ധനത്തിന്റെ വിതരണവും തടഞ്ഞിരിക്കുകയാണ്. യുദ്ധകാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയതെന്ന് UN മനുഷ്യാവകാശ കൗൺസിൽ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു.